ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അഥവാ SSC എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് പുതിയ വെബ്സൈറ്റ് ആണ്. പുതിയ വെബ്സൈറ്റ് വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ssc.gov.in അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ലഭ്യമാവുന്നതാണ് ഈ ഒരു ssc.gov.in. ഓക്കെ, അതിനുശേഷം പഴയ വെബ്സൈറ്റ് ഇവിടെ തന്നെ ഉണ്ട്, ഓൾഡ് വെബ്സൈറ്റ്. അതായത് ഈ ഒരു ലോഗോ ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക, മറ്റത് ഇതേപോലെ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക്, പുതിയ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കായിരിക്കും വന്നിരിക്കുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ 100 സംസം നമ്പറാണ്. ഓക്കെ, ബാക്കി അതിന്റെ പാസ്വേഡ് കൊടുക്കുന്നു. അഥവാ പാസ്വേഡ് അറിയില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്ച കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്നു. ഇൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ നൗ കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ഇന്റർഫേസ് വരുന്നുണ്ടാവും. രജിസ്റ്റർ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വരുന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഈ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു സൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇത് ഓൾറെഡി ഇതിൽ ഉള്ള കാര്യങ്ങളാണ്. 3-4 ഓപ്ഷനുകളാണ്. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽ, പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ ഡീറ്റെയിൽ, ഡിക്ലറേഷൻ. ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കണ്ടിന്യൂ കൊടുക്കുന്നു നേരെ. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിലിന്റെ ഭാഗം പൂരിപ്പിക്കുന്ന സമയത്ത് അറിയാലോ, ഡു യു ഹാവ് ആധാർ കാർഡ് നോ എന്ന ഓപ്ഷനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മൾ ആധാർ കാർഡിൽ ഒരാളാണെങ്കിൽ എസ് കൊടുക്കുക. തീർച്ചയായിട്ടും ആധാർ കാർഡ് വഴി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മീൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്ന എസ് കൊടുക്കുന്നു. എസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആധാർ കാർഡ് കൊടുത്തു. ആധാർ കാർഡ് കൺഫേം ചെയ്ത് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇൻ കേസ് ആധാർ കാർഡ് ഇല്ലെങ്കിൽ നോ കൊടുക്കുന്നു. നോ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു സെലക്ഷൻ ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം ഡു യു ഹാവ് ആധാർ കാർഡ് നോ കൊടുത്തു കഴിഞ്ഞാൽ ആധാർ കാർഡിന്റെ ഓപ്ഷനിൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, എംപ്ലോയർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ, വോട്ടർ ID, ഇതേപോലുള്ള ഡോക്യുമെന്റ് നമ്മൾ അതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അത് അടുത്ത ഐഡന്റിഫിക്കേഷൻ നമ്പർ, ആ ഒരു കാർഡിന്റെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ കൊടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു. നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് SLC ബുക്കിന്റെ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യാം. പേര് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്ന്, നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ അത് നോ കൊടുക്കുന്നു. മീൻസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും, ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഇന്റർഫേസ് വരുന്നു. ഇന്റർഫേസ് വന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾക്ക് ഒരു വെബ് ക്യാം അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ വഴി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ്, അവനവൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാനാണ് ഈ ക്യാമറ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുന്നത് 10 KB-ക്ക് 20 KB-ക്ക് ഇടയ്ക്കാണ്. ഇത് ഫസ്റ്റ് നമ്മൾ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഒരു കൂട്ടണ്ട. പിന്നെ പേയ്മെന്റ് മോഡ്, പലതരം പേയ്മെന്റ് മോഡുകളുണ്ട്. അതിൽ റൂപേ കാർഡ്, മാസ്റ്റർ, അതേപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫിൽ ഫോം ആ ഒരു പേജിന്റെ ബാക്കി തന്നെയാണിത്. ഫിൽ ഫോം കൊടുക്കുന്നു. ഫിൽ ഫോം കൊടുത്തതിന് ശേഷം ഈ ഒരു ഫിൽ ഫോം കൊടുത്തതിന് ശേഷം ഇത് ഓൾറെഡി ചെയ്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി വന്നത്. ഓക്കെ, പേര്, അഡ്രസ്, മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പേഴ്സണൽ ഡീറ്റെയിൽ കൊടുത്തു. പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക. അതിൽ അഡീഷണൽ പേഴ്സണൽ ഡീറ്റെയിൽ, കാൻഡിഡേറ്റിന്റെ നെയിം കൊടുക്കുന്നു. മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്ന് അപ്പുറത്ത് ടിക്ക് ചെയ്തതിന് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മാറ്റം വരുത്തിയ പേര് കൊടുക്കണം. ഓക്കെ, ഫാദർ നെയിം, മദർ നെയിം കൃത്യമായിട്ട് SLC ബുക്ക് ഉള്ളത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതിന്റെ കറക്റ്റ് ഉള്ള ഏജ് വരും. എത്രയാണോ ഏജ് ഉള്ളത് അത് കാണിക്കുന്നുണ്ടായിരിക്കും ആ ഒരു ദിവസത്തേക്ക്. ഓക്കെ, 1/8/2024 എത്രയാവും വയസ്സ് വരിക എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പിൻകോഡ്, മറ്റും മേലുള്ള എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ സാധാരണ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു, പിൻകോഡ് സെലക്ട് ചെയ്യുന്നു, മെയിൽ ID കൃത്യമായിട്ട് മെയിൽ ID കൊടുക്കുക. കാരണം നമുക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അത് വേണ്ടിവരും. ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ അതിൽ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. മെയിൽ ID ജസ്റ്റ് ഒന്നുകൂടെ ഉറപ്പ് വരുത്താം. മെയിൽ ID കൊടുത്ത് റെഡി ആണോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സക്സസ്ഫുള്ളി വരുന്നു. സക്സസ് ആയി എന്നുള്ള ഉറപ്പ് വരുത്തണം, എന്നാലേ മാത്രം മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ക്വാളിഫിക്കേഷൻ പേജിലേക്ക് പോകുന്നു. ക്വാളിഫിക്കേഷൻ പേജിൽ നിന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ കൃത്യമായിട്ട് കൊടുക്കുക. +2 ഏതാണോ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കുക.
പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് നമ്മൾ അപ്പുറത്ത് സെലക്ട് ചെയ്തൊക്കെ പാസ്ഡ് ആണ്, പാസിംഗ് ഇയർ കൊടുക്കുന്നു, പാസ്സായ വർഷമാണത്, കേരള ഏതാണ് ബോർഡ് അത് കൊടുക്കുന്നു. അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷനിൽ അതിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് സാധ്യത കൂടുതലുള്ള കാര്യങ്ങൾ, എക്സ് സർവീസ്, ആംഡ് ഫോഴ്സ് അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നു. അതിവിടെ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക, ഏതാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. കൃത്യമായിട്ട് സീക്കിംഗ് ഏജ് റിലാക്സേഷൻ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് മീൻസ് നോ കൊടുക്കുന്നു. വേണ്ട യു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എബിലിറ്റി ടു പ്രോസസ്സിങ്, അതായത് ഇതേപോലെ നമ്മൾക്ക് ഒരു ID ഉണ്ട്, അതിലേക്ക് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് ജോബ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ വായിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, സേവ് ആൻഡ് നെക്സ്റ്റ് പരമാവധി അത് ശ്രദ്ധിച്ച് കൊടുക്കുക. അങ്ങനെ സേവ് ചെയ്താൽ വീണ്ടും നമുക്ക് ആവശ്യമെങ്കിൽ തിരുത്താൻ പറ്റും. അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെയും ചോദിക്കുന്നുണ്ട്. എക്സാമിനേഷൻ ഇൻഫർമേഷൻ 2 ആണിത്, ശ്രദ്ധിക്കുക 2ലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ 1, 2. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ 2 പ്രാവശ്യം എന്തിനാ കൊടുത്തുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട, 2 എന്ന് കൊടുത്തു. പിന്നെ പ്രിഫറൻസ്, എവിടെയാണ് നമ്മൾ എക്സാം എഴുതാനുള്ള പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ കൊടുത്തത് കാലിക്കറ്റ്, അത് ഓട്ടോമാറ്റിക്കലി കോഡ് ഉണ്ടായിരിക്കും. കെ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ, കാരണം കുറേ അറിയാലോ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾ ഇന്ത്യ ലെവലിൽ പല സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പല ഡിസ്ട്രിക്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റേറ്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് മീൻസ് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കുക. എറണാകുളം, തൃശ്ശൂർ, ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ CBE, അത് ഇംഗ്ലീഷ് 2 ആണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ എസ് ഓർ നോ കൊടുക്കുന്നുണ്ട്. എക്സാമിനേഷൻ അത് മുന്നത്തെ പേജിലുണ്ട്. ഓക്കെ, സ്ക്രൈബ് റിക്വയർഡ്. ഓക്കെ, പാരഗ്രാഫ് നമ്പർ 8 നമ്മൾ അത് നോക്കുക, എന്തൊക്കെയാണ് നമ്മൾ അപ്പുറത്ത് കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും ഇപ്പുറത്ത് വരുന്നുണ്ടാവുക. അത് ഏതാണോ കൃത്യമായിട്ട് കൊടുത്തത്, അത് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്, കോഡ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണോ നമ്മൾ കൊടുക്കുന്നത്, ഇതിൽ പല പല സ്റ്റേറ്റിലെ കാര്യങ്ങളുണ്ട്. ഇതാണ് CGST ഛത്തീസ്ഗഡിന്റെ ഷോർട്ട് ഫോമാണ്, ഹവൽദാർ, MTS ഛത്തീസ്ഗഡ്, MTS ഹരിയാന. അതുപോലെ തന്നെ ഇവിടെ കോഡുകൾ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും 11. ആ കോഡുകളാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, അതിനനുസരിച്ച് നമ്മളത് കോഡുകൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അതിൽ MTS ഒഡീഷ ഏതാണ് നമ്മൾ, അപ്പോൾ അതൊന്നല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഓൾറെഡി അപ്പുറത്ത് ഫില്ല് ചെയ്തത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടതെല്ലാം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഈ ഒരു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇൻഡു മാർക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടാവും. മീൻസ് അത് നിൽ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടായിരിക്കും. അത് ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തുക. ഇവിടെയാണ് പല ഓപ്ഷനുകൾ നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഇന്റർഫേസ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. നമുക്ക് MTS തെറ്റി കൊടുത്ത് മാറി അവിടെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമ്മൾ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് കൃത്യമായിട്ട് വന്നിരിക്കും. ഓക്കെ, വന്നിട്ടില്ലെങ്കിൽ എവിടെയോ എന്തോ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ റീസെറ്റ് ചെയ്ത് രണ്ടാമതൊന്നും കൂടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് ആയിട്ട് കണക്ടിവിറ്റി അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ലൈവ് ഫോട്ടോ ആണ് എടുക്കുന്നത്, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലേ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ensure camera is eye level before capturing the photo കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പൊസിഷൻ യൂർസെൽഫ് ഡയറക്ട്ലി ഫ്രണ്ട് ഓഫ് ക്യാമറ, ലുക്കിംഗ് സ്ട്രെയിറ്റ് ആണോ എന്നുള്ള ഉറപ്പ് വരുത്തുക. പക്ഷേ ഫുള്ളി ഇൻസൈഡ് റെഡ് റെക്ടാങ്കുലർ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അത് ഫേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏരിയ ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് ആ രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഷുഡ് വെയർ ക്യാപ്പ്, മാസ്ക്, ഗ്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, photographs is exist photographer such application photographs is existing photographs episode will be rejected എന്നുള്ള കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാനൊരു റെഡ് മാർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഡു നോട്ട് വെയർ ഇയർഫോൺസ് ഓർ എനി ഡിവൈസ് വൈൽ ക്യാപ്ചറിങ് ഫോട്ടോ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക, ഹെഡ്ഫോണോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗ്രഹം. നമ്മൾ സാധാരണഗതിയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒഫീഷ്യൽ ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോ ആയിട്ട് എക്സാം സംബന്ധമായ ഫോട്ടോയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാലും ഉറപ്പ് വരുത്തുക അത് വെച്ചിട്ടുണ്ടോ എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. കാരണം അത്രയും നല്ലൊരു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള കോളത്തിലേക്കാണ് നമ്മൾ
ഓക്കെ, നമ്മൾ ഇതിൽ 10 KB അല്ലെങ്കിൽ 20 KB ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മൾ JPG ഫോർമാറ്റിലായിരിക്കണം സിഗ്നേച്ചർ നമ്മൾ ചെയ്യുന്നത്. ആ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഡയമെൻഷന് എബൌട്ട് എന്നുള്ള ഈ ഒരു രീതിയിൽ ഓക്കെ 300 DPI, അതായത് സെന്റിമീറ്റർ ഹൈറ്റ്, വിഡ്ത്ത് കാര്യങ്ങൾ കറക്റ്റ് ആണ് ഉറപ്പുവരുത്തുക. അതായത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നത് കൃത്യമാണെങ്കിൽ മാത്രമേ അതിലേക്ക് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നതിന് മാത്രമാണ് അത് കറക്റ്റ് ആണുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു വീഡിയോകളിൽ എങ്ങനെ ഇമേജ് റീസൈസ് ഉള്ളത് കാണുന്നുണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് പാലിക്കുക. ഫോട്ടോഷോപ്പോ കാര്യങ്ങളോ അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. സേവ് നെക്സ്റ്റ് കൊടുത്തിട്ട് പ്രിവ്യൂ എന്ന ഇതിലേക്കായിരിക്കും നമ്മൾ പോവുക. പ്രിവ്യൂ ഈ ഒരു അപ്ലോഡ് ഫോം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിവ്യൂ ഫോമാണ്. പ്രിവ്യൂവിൽ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, വായിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് വെരിഫൈ ചെയ്യുക. അതിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. എഡിറ്റ് എന്ന ഓപ്ഷൻ എല്ലാ ഏരിയകളിലും ഉണ്ട്. അതായത് കാൻഡിഡേറ്റിന്റെ ഫുൾ ഇൻഫർമേഷനിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം എഡിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയ വന്നിരിക്കും ഡിക്ലറേഷൻ വായിച്ച് നോക്കി ഉറപ്പുവരുത്തുക. അതിൽ ഇതേ പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ നമ്മൾ എഗ്രി ചെയ്യാണ്. SSC ടു യൂസ് മൈ ആധാർ എന്നുള്ള ഡാറ്റ ഫോർ വെരിഫിക്കേഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്യാണ്. എഗ്രി ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്ച നമ്മൾ താഴെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അഥവാ ക്യാപ്ച തെളിഞ്ഞിട്ട് റിഫ്രഷ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗോ ബാക്ക് പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാവൂ. വൺസ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്കത് ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ്. ഓക്കെ, കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ പിന്നെ നമുക്കുള്ളൂ. ഓക്കെ, ആ ഒരു പെൻഡിങ് അഥവാ സക്സസ്ഫുള്ളി വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മളത് സബ്മിറ്റ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് പ്രിന്റ് എടുക്കാൻ പറ്റിയിട്ടില്ല ഡാഷ്ബോർഡിൽ പോകുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ട് പ്രിന്റ് എന്നൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. അഥവാ പ്രിന്റിൽ മുന്നേ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്താൽ നമുക്ക് സ്റ്റാറ്റസ് എടുക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പ്രിന്റ് എടുക്കണേ പ്രിന്റ് എടുക്കുക. നേരെ കളർ പ്രിന്റോ എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് എഡിറ്റിംഗ് ഓപ്ഷൻ ഭാവിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കറണ്ട് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്തതിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ്. അതിൽ പേരുണ്ടായിരിക്കും, പേര് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. രജിസ്ട്രേഷൻ നമ്പർ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അറ്റംപ്റ്റ് നമ്മൾ എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് അത് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, വെരിഫൈഡ് സക്സസ്. അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസും അപ്ലിക്കേഷൻ സ്റ്റാറ്റസും എല്ലാം നമുക്ക് ഓക്കെ ആണ്. അത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡഡ്. ഓക്കെ, ഇത് നമുക്കത് ഈ ഒരു കാര്യം ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടും നമ്മൾ വ്യത്യാസം വിട്ടിട്ട് ആൻഡ് ടൈറ്റിൽ ബാർ ആണ്. ഇതാണ് അതിൻ്റെ നമ്മൾ സ്റ്റാറ്റസ് എന്താണുള്ളത്. പിന്നെ പേയ്മെന്റ് ഡീറ്റെയിൽ ഞാൻ ചെയ്തത് പേയ്മെന്റ് അതായത് പേയ്മെന്റ് ഇല്ലാത്ത ഓപ്ഷനിലൂടെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, എക്സംപ്റ്റഡ്. ഓക്കെ, പേയ്മെന്റ് ഇല്ലാത്ത ഓപ്ഷനിലൂടെ ചെയ്തത്. മറ്റത് 100 രൂപ നമുക്ക് സാധാരണ രീതിയിൽ പേയ്മെന്റ് വരുന്നതാണ്. പക്ഷെ നിലവിൽ അത് പേയ്മെന്റിന്റെ ആവശ്യം വന്നിട്ടില്ല. മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എക്സാമിനേഷൻ ആണ്. എക്സാമിന്റെ പേര് എക്സാം ഇയർ 2024. പേയ്മെന്റ് സ്റ്റാറ്റസ് ഇവിടെയൊക്കെ ഒന്നും ഇല്ലാത്തതിന് കാരണം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനിലൂടെയാണ് ചെയ്തത്. റെഫറൻസ് നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു പേയ്മെന്റ് അടച്ചാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, അതിനുശേഷം പ്രിന്റ് ഔട്ട് എടുക്കുന്നു. പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നു. എന്തെങ്കിലും എഡിറ്റിംഗ് ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രിന്റ് ഉപയോഗിച്ചിട്ട് എന്താണോ മാറ്റം വരുത്തുന്നത് ആ സമയത്ത് കൃത്യമായ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു സൈറ്റ് ഹെവി ലോഡഡ് സൈറ്റ് ആണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.